എല്ലാവർക്കും ഫൈൻഡിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തൊട്ട് SSC, PSC, RRB പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സബ്ജക്റ്റുകളുടെയും മാത്സ്, റീസണിങ്, പിന്നെ അതുപോലെ സയൻസ് സബ്ജക്റ്റുകൾ, പിന്നെ അതുപോലെ സോഷ്യല്, പിന്നെ അതുപോലെ ഇംഗ്ലീഷ്, എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും എടുക്കുക. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ മാത്സിൻ്റെ ബേസിക് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 5 ലാസ്റ്റ് വരുന്ന എല്ലാ സംഖ്യകളുടെയും സ്ക്വയർ കാണാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. നമുക്ക് 1 തൊട്ട് 50 വരെയുള്ള സ്ക്വയർ എന്തായാലും പഠിച്ചിരിക്കണം, 1 തൊട്ട് 20 വരെയുള്ള ക്യൂബ് എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വരുന്ന 5 യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന സംഖ്യകളുടെയൊക്കെ സ്ക്വയർ കാണാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ നോക്കാം. ആദ്യം 15 സ്ക്വയർ. 5 സ്ക്വയർ നമുക്കറിയാം 25. അപ്പോൾ ഞാൻ അവസാനത്തെ 2 ഡിജിറ്റ് ആയിട്ട് 25 എഴുതി. ആദ്യത്തെ ഡിജിറ്റ് 1 ആണ്. ഇവിടെ 1 ഇൻറ്റു 2 എഴുതി. 1 ഇൻറ്റു 2 2. അപ്പോൾ ഉത്തരം വരിക 225. ഇനി നമുക്ക് 25 സ്ക്വയർ നോക്കാം. അപ്പോൾ 25 സ്ക്വയർ. 25ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ നമുക്കറിയാം 25. 2 ഇൻറ്റു 3, 2 ഇൻറ്റു 3 6. അപ്പോൾ ഉത്തരം 625. ഇനി നമുക്കൊരു 75 സ്ക്വയർ നോക്കാം. 75 സ്ക്വയർ. 5 സ്ക്വയർ നമുക്കറിയാം 25. ഇപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റായി 7 ഇൻറ്റു 8, 7 56. ഇതേപോലെ എത്ര വലിയ സംഖ്യ തന്നാലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ലാസ്റ്റ് 5 ആയാൽ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ കൂടെ +1 ചെയ്യുക, അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മളിനി പഠിക്കാൻ പോകുന്നത് 40 തൊട്ട് 60 വരെയുള്ള സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക്. അപ്പോൾ ആദ്യം 41 സ്ക്വയർ എന്ന് പറയുന്നത് 41 സ്ക്വയർ കാണാനുള്ള ട്രിക്കാണ്. 41 സ്ക്വയർ ഈക്വൽ ടു ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് 50 നിന്ന് 41ലേക്ക് എത്ര കുറവുണ്ട് ആലോചിക്കുക. 9 കുറവുണ്ട്. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 9 സ്ക്വയർ ആയിരിക്കും വരിക. ഇനി ഫസ്റ്റ് 2 ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് 25ൽ നിന്നും 50ൽ നിന്ന് 41ലേക്ക് 9 കുറവുണ്ട്. അപ്പോൾ 25ൽ നിന്നും ആ 9 എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ 25 മൈനസ് 9 ഇവിടെയും വരും. അപ്പോൾ 25 മൈനസ് 9 16. 9 സ്ക്വയർ 80. അപ്പോൾ ഈസിയാണ്. ഇതേപോലെ 42 സ്ക്വയർ നോക്കാം. 50ൽ നിന്നും 8 കുറവുണ്ട്. അപ്പോൾ 8 സ്ക്വയർ. 25ൽ നിന്ന് 8 കുറയ്ക്കണം. അപ്പോൾ 17. 8 സ്ക്വയർ 64. ഇനി 43 സ്ക്വയർ നോക്കാം. 7 സ്ക്വയർ ലാസ്റ്റ് എഴുതി. 25ൽ നിന്നും 7 കുറയ്ക്കണം. 25ൽ നിന്ന് 7 പോയാൽ 18. 7 49. ഇതേപോലെ നമുക്ക് 60 വരെയും ചെയ്യാനായിട്ട് വരും. ഇതിപ്പോൾ നമുക്ക് 50 വരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി 51 തൊട്ട് ചെറിയൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം. 51 സ്ക്വയർ. 50ൽ നിന്ന് 1 കൂടുതലാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും? 1 സ്ക്വയർ. 1 സ്ക്വയർ. ഫസ്റ്റ് ലാസ്റ്റ് 2 ഡിജിറ്റും എന്തായിരിക്കും? 1 സ്ക്വയർ 1 ആണ്. അപ്പോൾ 0 1 വരും. അതുപോലെ 25ൻ്റെ കൂടെ 1 കൂട്ടുകയാണ് വേണ്ടത്. കാരണം 50നേക്കാളും 1 കൂടുതലാണ്. അപ്പോൾ 25ൻ്റെ കൂടെ എന്ത് ചെയ്യുക? 1 കൂട്ടുക. അപ്പോൾ 25ൻ്റെ കൂടെ 1 കൂട്ടി 26. 1 സ്ക്വയർ 1. ഇതേപോലെ 52 സ്ക്വയർ നോക്കാം. 25 പ്ലസ് 2 ലാസ്റ്റ് 2 സ്ക്വയർ. 25 പ്ലസ് 2 27. 0. ഇതേപോലെ 53 സ്ക്വയർ നോക്കാം. 25 പ്ലസ് 3 ലാസ്റ്റ് 3 സ്ക്വയർ. അപ്പോൾ 28. 0 9. അപ്പോൾ ഈസിയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി പഠിക്കാൻ പോണ കാര്യം 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50%. 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33.33%. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25%. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അവസാനം കൊണ്ട് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന സമയത്ത്
അവസാനം കൊണ്ട് ഇതുപോലെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് വരും. നമ്മൾ ചെയ്യുക ഇൻറ്റു 100 ചെയ്യും. പക്ഷെ ഇൻറ്റു 100 ചെയ്യാതെ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലാക്കാനായിട്ട് പറ്റണം. അപ്പോൾ അത്രത്തോളം നമ്മുടെ സ്പീഡ് കൂടും. അപ്പോൾ ഈ പറഞ്ഞ വിലകളൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വയ്ക്കുക. 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ആണ്. 1/6 16.66% ആണ്. 1/7 14.28%. 1/8 12.5%. 1/9 11.11%. 1/10 10%. ഇതേപോലെ 1/20 വരെ കാണാപ്പാഠം പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ 11 കൊണ്ട് ഗുണിക്കാനും പിന്നെ അതുപോലെ 11 കൊണ്ട് ഹരിക്കാനുള്ള ട്രിക്ക് പഠിക്കാനായിട്ടാണ് പോണേ. അപ്പോൾ ഒരു നമ്പർ 3 4 8 9 ഇൻറ്റു 11. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റുള്ള 9 അതേപോലെ എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 8 9 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 17 വരും. അപ്പോൾ 7 എഴുതി. അടുത്ത സ്റ്റെപ്പ് ഈ 2 നമ്പറുകൾ 4ഉം 8ഉം. അപ്പോൾ ബാക്കി ഒന്നുണ്ട്, ആ ഒന്നിവിടെ എഴുതി. 4 8 കൂട്ടിക്കഴിഞ്ഞാൽ 12 12 1 13. ബാക്കി 1. 3ഉം 4 കൂട്ടിക്കഴിഞ്ഞാൽ 7 7 1 8. ഇവിടെ ഒരു 3 കിടക്കുന്നുണ്ട്, ആ 3 അതേപോലെ എടുത്തെഴുതുക. അപ്പോൾ ഉത്തരം 38 37 9. ഇനി ഇവിടെ നിന്ന് നമ്മൾ 11 കൊണ്ട് ഹരിച്ചു നോക്കാൻ പോവാ. എങ്ങനെയാ? 38 37 9 ഹരിക്കണം 11. അപ്പൊ ആദ്യത്തെ കാര്യം സെയിമാണ്. ഈ ലാസ്റ്റ് ഡിജിറ്റിനെ എടുത്തിട്ട് അതേപോലെ എഴുതുക. 9ന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടിയപ്പോൾ 7 വന്നു. 7 വരില്ല, 17 വന്നു. അപ്പോൾ ഏത് നമ്പറാണെന്ന് ആലോചിച്ചു. അതിന് മുന്നേ ഇവിടുന്ന് ഒന്നും ഇങ്ങോട്ട് കടം കൊടുത്താലും ഇവിടെ 17 ആവുള്ളൂ. അപ്പോൾ ഒന്ന് കടം കൊടുത്തു, ഇവിടെ ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട്. ആ ഒരു കാര്യം ഞാൻ അവിടെ എഴുതി വെച്ചു. 9ന്റെ കൂടെ എത്രയോ കൂട്ടിയാൽ 17 ആയി. എത്ര കൂട്ടിയാലാ? 8 കൂട്ടിയാൽ. അപ്പോൾ ഇവിടെ 8 എഴുതി. ഇനി ഈ 8ന്റെ കൂടെ എത്രയോ കൂട്ടിയപ്പോൾ 2 വന്നു. 2 അല്ല 12 വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ഞാൻ കടം കൊടുത്തു. അപ്പോൾ ഇവിടെ 7 ആയി, ഇവിടെ 12 ആയി. 8ന്റെ കൂടെ 4 കൂട്ടിയ 12 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 4 വരും. ഇതേപോലെ 4ന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടിയപ്പോൾ 7 വന്നു. 4ന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടിയപ്പോൾ 7 വന്നു. ഏത് നമ്പറാ? 3 കൂട്ടിയ 7 വരും. അപ്പോൾ ഇവിടെ 3 വരും. അപ്പോൾ ഉത്തരം 3489 വരും. ഇതേപോലെ ഒരു വേറെ നമ്പർ എടുത്ത് ഗുണിക്കാം, അതുകൊണ്ട് അതേ നമ്പർ നമുക്ക് ഹരിക്കാം. ഇനി തിരിച്ച് ഇവിടെ നിന്ന് നമുക്ക് 11 കൊണ്ട് ഹരിച്ച് നോക്കാം. 52,613 ഹരിക്കണം 11. ലാസ്റ്റ് ഡിജിറ്റ് അതേപോലെ എഴുതി. ഈ 3ന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടിയാൽ 1 11 വരണം. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് കടം കൊടുത്താലേ ഇവിടെ 11 ആവുള്ളൂ. അപ്പോൾ ഇവിടെ എത്രയാവും? 5 ആവും. 3ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 11 വരിക? 8 കൂട്ടി കഴിഞ്ഞാൽ 11 വരിക. അപ്പോൾ ഇവിടെ 8 എഴുതുക. 8ന്റെ കൂടെ എത്ര കൂട്ടിയാലാ? 5 15. 15 വരിക. 7 കൂട്ടി കഴിഞ്ഞാൽ 15 വരിക. അപ്പോൾ ഇവിടെ 7 എഴുതുക. ഇനി 7ന്റെ കൂടെ എത്ര കൂട്ടിയാലാ? 11 വരിക. 7ന്റെ കൂടെ 4 കൂട്ടി കഴിഞ്ഞാൽ 11 വരും. അപ്പോൾ ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 11 കൊണ്ട് ഗുണിക്കാനുള്ളത്, 11 കൊണ്ട് ഹരിക്കാനുള്ളത്. ഒരു 7 3 2 5 ഇൻറ്റു 11. ആദ്യം എന്ത് ചെയ്യുക? 5 എഴുതുക. 2ഉം 5ഉം കൂട്ടുക, 7 വരും. 3ഉം 2ഉം കൂട്ടുക, 5 വരും. 7ഉം 3ഉം കൂട്ടുക, 10 വരും. ബാക്കി 1. ഈ 1ഉം 7ഉം കൂട്ടുക, 8 ഉണ്ട്. ഇനി ഇതേ നമ്പറിന് നമുക്ക് 11 കൊണ്ട് ഹരിച്ചു നോക്കാം. 80,575 ഹരിക്കണം 11. ആദ്യത്തെ സ്റ്റെപ്പ് ഈ 5 അതേപോലെ എടുത്തെഴുതുക. 5ന്റെ കൂടെ എത്രയോ കൂട്ടിയാൽ 7 വരണം. എത്ര കൂട്ടിയാലാ? 2 കൂട്ടിയാൽ 7 വരും. ഇനി 2ന്റെ കൂടെ എത്രയോ കൂട്ടിയാൽ 5 വരണം. എത്ര കൂട്ടിയാലാ? 3 കൂട്ടിയാൽ. ഈ 3ന്റെ കൂടെ എത്രയോ കൂട്ടിയാൽ 0 വരുമോ? 0 വരില്ല. അപ്പൊ നമ്മൾ എന്താക്കണം? അതിനെ
10 ആക്കണം. അപ്പോൾ ഇവിടെ 1 എഴുതി 10 ആക്കി. എത്ര കൂട്ടിയാലാ? ഈ 7 കൂട്ടിയാലായിരിക്കും എന്ത് വരിക? 10 വരിക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഉത്തരം 7325 എന്ന് വരും. വേറെ ഒരു 4 3 7 × 11. അപ്പോൾ ലാസ്റ്റ് 7 ആണ്. അത് ഞാൻ 7 അതേപോലെ എഴുതി. 3 7 10 ബാക്കി 1 4 3 7 1 4 3 7 1 8 ഈ 4 അതേപോലെ എടുത്ത് എഴുതി. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 11 കൊണ്ട് ഹരിക്കാം. 4 8 0 7 ഡിവൈഡഡ് ബൈ 11. ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. ആ 7 അതേപോലെ എഴുതി. 7 എത്രയോ കൊണ്ട് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. കാരണം 0 അല്ലേ ഇപ്പുറത്ത് കിടക്കണേ. 0 എടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? 10 ആക്കണം. 10 ആക്കി. ഇവിടെ 7 ആയി. എത്ര കൂട്ടിയാലാ? 3 കൂട്ടിയാൽ എന്ത് വരും? 10 വരും. ഇനി 3ന്റെ കൂടെ എത്രയോ കൂട്ടിയാൽ 7 വരും. എത്ര കൂട്ടിയാലാ? 4 കൂട്ടിയാൽ. അപ്പോൾ ഉത്തരം 437. ഇനി പഠിക്കാൻ പോകുന്നത് ഏതൊരു നമ്പറിനെ 9 കൊണ്ട് ഗുണിക്കാൻ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് അതിന് നമ്പർ എഴുതി നോക്കാം. ഒരു 4 7 2 5 × 9. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഈ നമ്പറിനെ അതേപോലെ 4 7 2 5. ഇപ്പുറത്ത് ഒരു 0 ചേർത്തു. മൈനസ് ഇതേ നമ്പർ തന്നെ ഇവിടേക്ക് ഇതിൻ്റെ ചോട്ടിലേക്ക് ആയിട്ട് എഴുതി. 4 7 2 5. 5 10 ആവാൻ 5 വേണം. ഇവിടെ ബാക്കി 4. 2 4 ആവാൻ 2 വേണം. 7 12 ആവാൻ 5 വേണം. ഇവിടെ ബാക്കി 6. 4 6 ആവാൻ 2 വേണം. അപ്പൊ ഇതാണ് ഉത്തരം. ഇതാണ് 9 കൊണ്ട് ഗുണിച്ചാലുള്ള ഉത്തരം. ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ആ സംഖ്യയെ അതേപോലെ എഴുതി അപ്പുറത്തൊരു 0 ചേർത്തു. എന്നിട്ട് അപ്പൊ ഈ 0 ചേർക്കുന്ന പറഞ്ഞാൽ 10 കൊണ്ട് ഗുണിച്ചതിന് തുല്യം. എന്നിട്ട് ആ നമ്പറിനെ ഒരു വട്ടം കുറച്ചു. അപ്പൊ 10 കൊണ്ട് ഗുണിച്ചതിൽ നിന്ന് ആ നമ്പറിനെ ഒരു വട്ടം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 9 കൊണ്ട് ഗുണിച്ച നമ്പർ കിട്ടും. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 8 7 5 6 × 9. എങ്ങനെ ചെയ്യാം? ആദ്യം 8 7 5 6 0 ചേർക്കുക. മൈനസ് 8 7 5 6. 6 10 ആവാൻ 4 വേണം. 5 5 ആവാൻ 0. 7 5 ആവില്ല. 7 15 ആവാൻ 8 വേണം. ഇവിടെ ബാക്കി 6. 8 6 ആവില്ല. 8 16 ആവാൻ 8 വേണം. ഇവിടെ ബാക്കി 7 7 താഴ്ത്തി. അപ്പോൾ 78,804 വരും. ഏത് സംഖ്യയുടെയും സ്ക്വയർ റൂട്ട് കാണാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. √3136. അപ്പോൾ നമുക്ക് ആദ്യം യൂണിറ്റ് ഡിജിറ്റ് എന്താ വരിക എന്ന് ആലോചിക്കാം. 6 വരണമെങ്കിൽ ലാസ്റ്റ് നമ്പർ ഏത് വന്നാൽ മാത്രമേ 6 വരുള്ളൂ. 4 സ്ക്വയർ 16, 6 സ്ക്വയർ 36. അപ്പോൾ 4 അല്ലെങ്കിൽ 6. ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് മനസ്സിലായി. 4 അല്ലെങ്കിൽ 6. ലാസ്റ്റ് ഡിജിറ്റ് 4 or 6. 4 അല്ലെങ്കിൽ 6. ഇനി ഫസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും വരിക? ഇവിടെ ആദ്യം കിടക്കുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 പാർട്ടാക്കി ആദ്യം കിടക്കുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 ആണ്. 31ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാ? 31ന്റെ താഴെ 25 ആണ് ആദ്യത്തെ പെർഫെക്റ്റ് സ്ക്വയർ. അതിന്റെ റൂട്ട് എത്ര വരിക? 5 എന്ന് വരും. അപ്പോൾ ആദ്യത്തെ പെർഫെക്റ്റ് സ്ക്വയർ എടുത്തു. അതിന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25. അതിന്റെ റൂട്ട് 5. അപ്പോൾ ഉത്തരം 54 56 വരും. ഇനി ഇതിലേതാന്ന് അറിയണമെങ്കിൽ ഇതിന്റെ തൊട്ട് മുകളിലുള്ള പെർഫെക്റ്റ് സ്ക്വയറും കൂടി എഴുതിയിരിക്കാം. 31ന്റെ തൊട്ട് മുകളിലുള്ള ആരാ? 36. ഇനി 25 31 ആവാൻ 6 വേണം. 31 36 ആവാൻ 5 വേണം. ഏറ്റവും ചെറുത് ഏതാ? 5. അതായത് 31നേക്കാളും വലിയ പെർഫെക്റ്റ് സ്ക്വയർ ആണ് ഏറ്റവും ചെറിയ ഡിഫറൻസ് വന്നത്.
31 വലിയ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ചെറിയ ഡിഫറൻസ് ആണ്. അപ്പം അതായത് നമ്മൾ ഏതെടുക്കണം? 56 എടുക്കണം. അപ്പോൾ 3136 റൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ 56 എന്ന് വരും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോണത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഏതായിരിക്കണം? ആ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 തന്നെ ആയിരിക്കണം. ഇനി നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 വിചാരിക്കുക. അപ്പോൾ 1 സ്ക്വയർ എത്ര തന്നെ വരിക? അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര തന്നെ വരിക? 1 തന്നെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് നമ്പറും അതുപോലെ സ്ക്വയർ. ഇപ്പോൾ 1ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 1 തന്നെ. പിന്നെ അതുപോലെ വേറൊരു നമ്പറിന്റെ സ്ക്വയറും കൂടി ലാസ്റ്റ് 1 വരുന്നുണ്ട്. ഏതിൻ്റെയാ? 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81. അപ്പോൾ 9, 1 9. അപ്പോൾ ഒരു ബോക്സ് ആയി. ഇനി അടുത്ത ആരാ? 2. 2 സ്ക്വയർ എത്രയാ? 4. ഒരാളും കൂടി ലാസ്റ്റ് 4 വരുന്ന ആളുണ്ട്. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64. അപ്പോൾ 8. പിന്നെ അതുപോലെ 5 വന്നാൽ ആര് തന്നെയാ? 5 തന്നെ. പിന്നെ അതുപോലെ 2, 8, 1, 3, 3, 7 വന്ന 9. പിന്നെ അതുപോലെ 4, 6 വന്ന 6. അപ്പൊ ഈ ബോക്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് 1225. അപ്പൊ ഇവിടെ 5 ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് 1225. അപ്പൊ ഏതിന്റെ സ്ക്വയർ വരിക? ലാസ്റ്റ്. അപ്പൊ 5 വേറെ നമ്പറും ഇല്ല. അപ്പോൾ ലാസ്റ്റ് 5 മാത്രം എഴുതി വയ്ക്കുക. എന്നിട്ട് ഈ 12ന്റെ തൊട്ട് താഴെയുള്ള പരസ്പരം ആരാ? 9. 9ന്റെ റൂട്ട് എത്രയാ? 3. ആ 3 എടുത്ത് ഇവിടെ എഴുതും. ഉത്തരമായി 35 വരും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോ ലാസ്റ്റ് 6 കിടക്കണേ. ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ 6. ഏത് നമ്പറുകളുടെ? 4ന്റെയും 6ന്റെയും സ്ക്വയർ എത്ര തന്നെ വരിക? ലാസ്റ്റ് ഡിജിറ്റ് 6 തന്നെ വരിക. അപ്പോൾ 4 or 6. ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ടാവില്ലേ? ആ ഡിജിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 19 എടുക്കുക. അതിന് തൊട്ട് താഴെയുള്ള കുറച്ച് സ്ക്വയർ ആരാ? 16. അതിന്റെ റൂട്ട് എത്രയാ? 4. അപ്പൊ ഇവിടെ 44, 46 വരും. ഇനി 16 എഴുതി, 19 എഴുതി. അതിന്റെ തൊട്ട് മുകളിലുള്ള പ്രശ്നം ആരാ? 25. ഇനി ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അവര് തമ്മിൽ എത്ര ഡിഫറൻസ്? 1, 3 വരും. ഇനി ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 6 വരും. അപ്പൊ ചെറിയ ഡിഫറൻസ് എവിടെയാ? ചെറിയ നമ്പറിലാണ്. അപ്പൊ ഉത്തരം എന്താ വരിക? 44. ചെറിയ ഡിഫറൻസ് എവിടെയാ? 19 16 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ നമ്പർ എടുക്കണം. ചെറിയ നമ്പർ ആരാ? 44 എന്ന് വരും. കാൽക്കുലേഷൻ്റെ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മളിനി ഒരു പാർട്ടും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഡിവിസിബിലിറ്റി ടെസ്റ്റും പിന്നെ അതുപോലെ കുറച്ച് കാൽക്കുലേഷൻ്റെ പാർട്ടും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മളിനിയും ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.